ഹലോ, ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചൈനയിലാണുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് സൂഷോയിലാണ്. സൂഷോയിലെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലെ കാണാൻ പോകുന്നത്. Then we have different line here, right? Yeah. First, let's check which line you take and or which stage. Then we are the place we go to the Pinjiang Road. I think it's a line 1. Okay. Line 1, we are where we are now. അപ്പോൾ നമ്മളെ മെയിനായിട്ട് ചൈന കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, പേര് ടോണി ജി. അപ്പോൾ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. It's not opened until the train comes, right? Yes. It's a protecting as people filming. Okay. So you door തുറന്നു. Oh, the train is here. It's a traffic jam. There's a lot of people now doing the off work, right? This way. Okay. യെസ്, അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ വന്നിറങ്ങിയ സ്റ്റേഷനിൽ നമുക്ക് ഇത് ഇടണം, അല്ലെങ്കിൽ പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ എക്സിറ്റ്. ദിസ് ഈസ് ദ എക്സിറ്റ്, റൈറ്റ്? Yeah, let me check the map. ഓക്കെ, നമുക്ക് ഏത് എക്സിറ്റിലേക്ക് പോകണ്ടേ എന്നുള്ളത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊല്ലത്ത് ഇറങ്ങേണ്ടത് കോഴിക്കോട് ഇറങ്ങിയ പോലെ ഇരിക്കുന്നതാണ്. ആള് ഇപ്പോൾ വേണ്ട, ആൾ മാപ്പ് നോക്കാൻ പോവാണ്. യെസ്, ഇയാളാണ് നമ്മുടെ നാവിഗേറ്റർ കേട്ടോ. ഇയാൾ പോയാൽ നമ്മൾ പെട്ടു. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങേര് കണ്ട ഈ കൊണ്ടുവരുന്ന കാർഡ് ഇതാ ഇതിലിട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകും, എന്നാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. So, what's the place name? It's Guanqian Street, and we are planning to go to this Xinjiang Road. It's Yeah. very traditional. This kind of area we need to place. This is also a place called the Master Go place for all people travel here. Yo. Let's see. We will figure out what we have there. We will see there. Yes. So, Pingchang Road. We will be there soon. ഇലക്ട്രിക്കൽ വണ്ടികൾ പോകുന്നുണ്ട്, സൈക്കിളുകൾ കണ്ട. ഇവിടെയൊക്കെ കൂടുതൽ ഇവർ ഇലക്ട്രിക് വണ്ടികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ പിങ്ജാങ് റോഡിനെ കുറിച്ച് രണ്ട് വാക്ക്. ഇതൊരു ഹിസ്റ്റോറിക്കൽ സ്ട്രീറ്റ് ആണെന്നാണ് ടോണിജി പറഞ്ഞത്. 800 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു സ്ട്രീറ്റ് ആണ്. അതായത് സൗത്ത് സോങ് ഡൈനാസ്റ്റി, അതാണ് ആ ഡൈനാസ്റ്റി ആയിരുന്നു ആ ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇപ്പോഴും പ്രിസർവ് ചെയ്ത് പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് ടൈംസിൽ എങ്ങനെയായിരുന്നു, ഏൻഷ്യൻ ടൈംസിലുള്ള ഒരു ഡെപിക്ഷൻ തന്നെയാണ് ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ വുമൻ, റൈറ്റ്? So big one for men. So I will show them what is the bigger one. Okay, so yeah, so this is the bigger one. ഇത് ആണുങ്ങൾക്കുള്ളത്, അവിടെ ചെറുത് പെണ്ണുങ്ങൾക്കുള്ളത്. ഇങ്ങനെ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. നമ്മളിത് അറിയാണ്ട് പോകുന്നത് വളരെ കഷ്ടമാണ്. തലമുടിയിൽ ഇങ്ങനെ കുത്തി നിർത്തില്ലേ, ആ സാധനമാണ് ഇട്ടത് ഇവരുടെ. Different design, lot of design. ഇത് കണ്ട, ഇത് ഈരാനും എഴുതി വെച്ച് മസാജ് ചെയ്യാനും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ വാങ്ങിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ചൈനയിൽ. ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഇപ്പോൾ ഈ ടോണി ജി ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഭാഷയുടെ കാര്യമൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വഴിയിൽ വിടും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവര് അത്ര അധികം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഇവിടെ. ഇതാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടാ. നമ്മളിവിടെ വന്നപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ ഈ ചൈനീസ് ഏൻഷ്യൻ ടൈമിലുള്ള അവരോ ഒതന്റിക് ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ, അവരുടെ ഡ്രസ്സ് ഇട്ടിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളായാലും ഒക്കെ അതുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് വന്നിരിക്കുക. അപ്പോൾ ഞാൻ ടോണിയോട് ചോദിച്ചു, ഇത് എന്താണ് ഈ സംഗതി, ഇവിടെ അങ്ങനെ വല്ല ട്രഡീഷൻ ഉണ്ടോ, ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ വല്ല പ്രത്യേകത ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറയുന്നത് ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണ്. അപ്പോൾ മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ റീൽസ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഈ വ്ളോഗ് ചെയ്യാനും പിന്നെ അവരെ ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പം ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് വരുന്നത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റക്കല്ല. ഒറ്റക്കല്ല് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മുതൽ നോക്കിയറിയാം, അവിടെ നിന്ന് മുതൽ ഇവിടം വരെ ഒറ്റക്കല്ലുമ്പോൾ പണിതിട്ടുള്ള സാധനമാണ്. You can see. Yeah, so it's a famous brand in China, right? This one. Okay, I need to buy it for my friends.
Rabbit, right? The brand's name is Rabbit. Yeah. We can sing a song. പൈസ നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഇതിൽ യാത്ര ചെയ്യാൻ പോവാട്ടോ സാധനത്തിൽ ഇങ്ങനെ വരും ഈ സാധനത്തിൽ നമ്മൾ പോകാൻ പോവാ ഡയറക്ഷൻസ് ചെയ്തിട്ടുണ്ട് പിൻഗാങ് റിവർ സ്കൂബ 40 per person. ഓക്കെ നമ്മൾ കയറാൻ പോവാട്ടോ നമ്മൾ കയറാൻ ഇപ്പം എത്തില്ല ടൈം എടുക്കൂടെ വാച്ച്മാൻ നിൽക്കണ്ടായില്ല Tony, one thing, I went to some Europe, some places, some countries, but I have seen lot of Asians, like a mixed culture. But I came here, I have not seen any Indian or any European here. I have only seen you guys. Maybe in Shanghai you will see more. കണ്ടോ ടിക്കറ്റ് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ടിക്കറ്റ് ആൾക്ക് കൊടുക്കും അവിടെ വരിയിൽ നിൽക്കണം വണ്ടി വന്നു ഞങ്ങൾ പോവാണേ ആണേ യെസ് ലെറ്റ്സ് ഗോ കുനിഞ്ഞ് കിടക്കണം കാണാൻ പറ്റില്ല യെസ് വിൽ സിറ്റ് ഹിയർ ഹലോ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ഒരു കുലുങ്ങണേ മൊത്തത്തിൽ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ നമ്മുടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്മാര് നമ്മൾ ഇറക്കി വിട്ടു എൻ്റെ മോർണിംഗ് ഇതൊരു ടെമ്പിളാണ് ഇവിടത്തെ You see the yellow color, it's all made by real gold. റിയൽ ഗോൾഡ് Yes. They said it may be like 2 billion here. 这个啊，羊肉炒饭、香肠炒饭。香肠炒饭嘛，然后有面吗？还是有面这馄饨吗？我来小馄饨，小馄饨。 ആള് പാനി മനസ്സിലാക്കി ഇട്ടിരിക്കുക ഞാൻ ഏകദേശം来这个ചെറുതായിട്ട് നടക്കാന്ന് വെച്ച് ചൈന കാണാന്ന് വെച്ച് ഇറങ്ങിയതാ സാധാരണ യൂറോപ്പിലൊക്കെ നടക്കണ പോലെ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയല്ലേ ഉള്ളൂ നടന്ന് നമുക്ക് സിമ്പിളായിട്ട് വരാം ഒരു 6-7 കിലോമീറ്റർ നടക്കാം നടത്തം തുടങ്ങിയിട്ട് 6 മണിക്ക് തുടങ്ങി നടത്താണ് ഇപ്പൊ സമയം ഏകദേശം 9 മണി 9:30 ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കാനാണ് ഇപ്പൊ ഇവിടെ കയറിയത് ഇങ്ങനെ പറയുന്നത് വളരെ കുറച്ചാണ് പക്ഷെ സ്ഥലം ഈസ് വെരി ബിഗ് എന്നിട്ട് പറയാം നമ്മള് ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഒരു ടൂറിസത്തിന് വേണ്ടി അവർ ചെയ്ത പരിപാടികൾ അത് കാണേണ്ട സാധനം തന്നെയാണ് ഒരു രക്ഷയില്ല ഞാൻ സാധാരണ വ്ളോഗുകളിലൊന്നും ഇങ്ങനെ പറയാറില്ലേ പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും ഇങ്ങനെ നമ്മൾ കുറേ സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു ഞാൻ ഇവിടെ മൊത്തം ചൈനക്കാരാണ് ഞാൻ മാത്രം ഒരാൾ ഇന്ത്യന്ന് അപ്പോൾ അവർ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പോൾ ഇന്ന് ട്രഡീഷണൽ ഫുഡ് അവരൊരു ഡംപ്ലിങ്സ് നല്ല ഒരു പോർക്കിൻ്റെ ഡംപ്ലിങ്സ് കിട്ടും അത് നല്ല സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ കയറിയിട്ടുള്ളത് ഞാനോട് പറഞ്ഞെങ്കിൽ ഫ്രൈഡ് റൈസ് മതി ഞാൻ 3-4 ദിവസമായിട്ട് ഞാൻ ഈ തന്നെയാണ് ഡംപ്ലിങ്സും ഇവരുടെ ഐറ്റംസ് തന്നെയാണ് നൂഡിൽസ് ചോറ് ഇവരാണ് സ്റ്റിക്കി റൈസ് കഴിക്കും ഇവർ അപ്പോൾ ഞാനിങ്ങനെ വടി കൊണ്ട് നമ്മുടെ ഇതില്ലേ ഇവരുടെ ചൈനീസ് അതുകൊണ്ട് കഴിക്കാറ് അപ്പോൾ ആള് ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അറിയാം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കൂടുതൽ നമ്മൾ ഫുഡ് എത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് എത്തി അതിനൊന്ന് പരിചയപ്പെടുത്താം ഇത് സ്പൈസ് ഉള്ളത് സ്പൈസി ഇല്ലാത്ത സോസ് Tony, what is this? Dumpling. Sorry? Dumpling. Tampini. What is it's a pork? No, it's a pork. Pork. Soup, right? Yeah. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചൈനയുടെ കൂടുതൽ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ അതുവരയ്ക്കും ചൈനയിൽ നിന്ന് ബൈ.